ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര വീഡിയോയാണ് കേട്ടോ. അയ്യോ, അത് ഒരു യൂട്യൂബർ ചെയ്യുന്ന കണ്ടിട്ട് കോപ്പി അടിച്ച് ചെയ്യുന്നതാണ്, അത് വേറെ കാര്യം. അപ്പോൾ എന്താ കണ്ടു, അപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു വാ നമുക്ക് പോവാം, നമുക്കും ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര മറ്റേ കൊച്ചി രാജാവ് ഫിലിമിൽ പോകുന്ന മാതിരി ദിലീപ് ചാടിത്തുള്ളി പോകണമായിരുന്നു കേട്ടോ പോയത്. വലിയ കാര്യത്തിൽ ചാടിത്തുള്ളിയൊക്കെ പോയി ന്യൂഡിൽസൊക്കെ എടുത്തു. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ന്യൂഡിൽസാണ് കേട്ടോ, അതാണ് എടുത്തത്. അതൊക്കെ എടുത്തു. ഏട്ടൻ ചോദിച്ചു ഇത് പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അതൊക്കെ അതിനെക്കുറിച്ച് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഫ്ലേവർ ഉണ്ട്, അല്ല 2 എണ്ണം കണ്ടിട്ട് ഒരേപോലത്തെ സ്പൈസി കൂടുതൽ. അപ്പോൾ അതിൻ്റെ അകത്ത് 2x സ്പൈസി എന്നൊക്കെ എഴുതിയേക്കണ ഏട്ടൻ പറഞ്ഞു ബ്ലാക്കിന് സ്പൈസിനെസ് കുറവാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ റെഡ് തന്നെ എടുത്തേ. പിന്നെ എന്തായാലും എരിവായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പിന്നെ നമുക്കൊരു യോഗട്ടൊക്കെ വാങ്ങിയിട്ട് പോവാം, ഇല്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ പോയി ഒരു മാംഗോൻ്റെ യോഗട്ട് എടുത്തു. പിന്നെ ഒരു സ്ട്രോബെറിയുടെ യോഗട്ടും കൂടി എടുത്തായിരുന്നു കേട്ടോ. ഒരു സ്ട്രോബെറിയുടെയും എടുത്തതാ ഞാൻ നടന്ന് വരികയാണ്. ഇപ്പം പറഞ്ഞു വാ ഒരു വീഡിയോ എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് വയ്യ. അയ്യ വീട്ടിലെത്തി വെള്ളമൊക്കെ തിളപ്പിച്ച് 2 പ്രാവശ്യം ഷൂട്ട് ചെയ്തു. വെള്ളം എന്നിട്ട് വറ്റിപ്പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഒഴിക്കേണ്ടി വരുമെന്ന് തോന്നണമെന്ന്. ആ ക്രാന്തത്തിൽ പിടിച്ച് ഞാൻ അത് മൊത്തത്തോടെ പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോഴാണ് എനിക്ക് അമ്മിളി പറ്റിയത് മനസ്സിലായത്. പാത്രത്തിൽ കൊള്ളില്ല. പിന്നെ ഞാനത് മുക്കി പിഴിഞ്ഞെടുത്ത് പൊട്ടിച്ചിട്ടു. എന്നിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് എന്നൊന്നും പറയാനില്ല, നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത്ര വലിയ പാടൊന്നുമില്ലല്ലോ. പിന്നെ വെള്ളം തിളയ്ക്കുമ്പം നൂഡിൽസ് ഇടുക, വേവുമ്പോൾ സ്പൈസിനെസ് ഉള്ള പൗഡർ ഇടുക, അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറഞ്ഞു വരുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടി പൊട്ടിച്ച് ഞാൻ അപ്പം ഇട്ടില്ലല്ലോ, ഇല്ല. അത് കഴിഞ്ഞിട്ട് അതൊക്കെ തിളച്ചൊന്ന് ലൂസായിട്ട് നമ്മുടെ ആ സ്റ്റിഫ്നെസ്സൊക്കെ പോയി ഒന്ന് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൊടിയൊക്കെ പൊട്ടിച്ചിട്ടു കേട്ടോ. പൊടിയൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ഫോണിൽ കാണുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, അതിന് നല്ല കളറായിരുന്നു. പൊടി പൊട്ടിച്ചിടുന്നില്ല കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി. കണ്ടോ, ഇത് ഞാൻ ചൂടാറ്റുന്ന ആ കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര കളറായിരുന്നു. അതിൻ്റെ പുക അടിച്ചിട്ട് തന്നെ എനിക്ക് കണ്ണിന് എന്തോ ആവുമായിരുന്നു. ഞാൻ കണ്ണിങ്ങനെ ചിമ്മി കളിക്കുമായിരുന്നു. ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ ചൂടനത് കഴിക്കണം. ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു സ്പൈസിനെസ്സും ഇല്ല. ഒളുത്തി പിടിക്കുന്ന ആരാണോ എന്നൊക്കെയാണ് കണ്ടത് രാവിലെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് നൂഡിൽസ് അല്ല, പൊതുവെ നൂഡിൽസ് എനിക്ക് ചൂടന കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഞാനത് ചൂടന കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് വന്നിച്ചു വയവുള്ളതല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ തന്നെ എടുക്കുകയും ചെയ്തു കേട്ടോ. കളറൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ ഏട്ടനോട് പറഞ്ഞു കുഞ്ഞാ ഭയങ്കര കളറാണെന്നൊക്കെ. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് വെച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല, കാരണം ഞാൻ അത്യാവശ്യം എരിവൊക്കെ തിന്നുന്ന ആളാണ്. പക്ഷേ അങ്ങനെയൊക്കെ കഴിച്ച് തുടങ്ങി അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. മോനാണ് നിന്നിട്ട് എനിക്കും കൊണ്ടാ പറഞ്ഞിട്ട് ഇതിനാണെങ്കിൽ ഭയങ്കര എരിവും. പിന്നെ എങ്ങനെയാണ് അവന് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ തിന്ന് തുടങ്ങിയ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നാലും ഒരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ പണിപ്പാളിയോന്ന് അതിൻ്റെ മോൻ്റെ ഒരു കാർച്ചയാണ് കേട്ടത്. പിന്നെ ഈ നൂഡിൽസ് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, നമുക്ക് പ്ലംബി ചുണ്ടുണ്ടാക്കാം. ഇങ്ങനെ പ്ലം ആയിട്ടിരിക്കുന്ന ചുണ്ടുണ്ടാക്കുമല്ലോ, ഓരോരുത്തർ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്ത് ചുണ്ടൊക്കെ ഇങ്ങനെ വലുതാക്കുമല്ലേ, എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല, ഞാനത് കേട്ടതും പരിചയം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതുണ്ടാക്കണമെങ്കിൽ വേറെ ഒന്നിനും നോക്കണ്ട, ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞാൽ ഈ നൂഡിൽസും തിന്നാം, ചുണ്ട് പ്ലംബിയാക്കാം. ഇത് മേടിച്ച് ട്രൈ ചെയ്താൽ മതി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ ചുണ്ട് ഈ വീഡിയോയിലൊന്നും കാണാൻ പറ്റില്ല, വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കണം. എൻ്റെ ചുണ്ട് ഒരു വക മറ്റേ അനിയൻ വിളിച്ചിട്ട് ചോദിച്ചെന്താണെന്നറിയാമോ, ഒരു ഫിലിമിൽ ഒരു ഫിലിമിലും ഇല്ലേ മറ്റേ എന്താ നമ്മുടെ കുതിര കടിച്ച പോലെ ഉണ്ടായിരുന്നു. ഞാൻ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ, അതുകൊണ്ട് മാക്സിമം ആരും ചുണ്ടെല്ലാം നാക്കാതെ നിന്നു കേട്ടോ, അതായിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റിൻ്റെ ഒരു നല്ല എക്സ്പ്രഷൻസ് ഉണ്ട്, അതൊന്നും കണ്ടാരും പേടിക്കണ്ട, ഇതൊക്കെ സർവ്വം സാധാരണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ തൊട്ട് പതുക്കെ എൻ്റെ പിടിയൊക്കെ വിട്ടു തുടങ്ങി കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയണുണ്ട് പറ്റുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നിർത്തിക്കോട്ടോ എന്ന്. അപ്പോഴെന്നാലും കുറച്ചും കൂടെ കഴിച്ച് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ, അതിനൊരു വാശിക്കൊക്കെ പിടിച്ച് നോക്കിയതാണ്.
എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊന്നും അറിയില്ല. ഞാൻ കുറേ നേരം ശ്രമിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു എന്നെക്കൊണ്ട്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ജോളോ ചിപ്പ് ഒന്നും ട്രൈ ചെയ്യാത്ത നന്നായി, എന്നെക്കൊണ്ട് അതൊന്നും താങ്ങാനേ പറ്റില്ല എന്ന് എനിക്ക് അന്നേരം മനസ്സിലായത്. പിന്നെ അങ്ങനെയൊക്കെ കഴിച്ചു. മോനാണെങ്കിൽ നിന്നിട്ട് നൂഡിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മൂ കൊണ്ടാമോ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തേക്കും എനിക്ക് നല്ല എരിവൊക്കെ പിടിച്ചു തുടങ്ങി കേട്ടോ. കണ്ണിക്കടയും മുക്കിക്കടയും വേറെതിക്കടയും എന്തെങ്കിലും ഉണ്ട്, അതിൽ കൂടെ കൊന്നു തുടങ്ങിയിരുന്നു. ചെവി കൂടെയൊക്കെ മറ്റേ ഈ ട്രെയിൻ പോകുന്ന പോലെയായിരുന്നു എരിവ് ഇറങ്ങി വരുന്നത്. നല്ല ചൂടനെ കഴിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഞാൻ ആ നൂഡിൽസ് ഫുള്ള് കഴിച്ചു, പക്ഷേ വീഡിയോയിലല്ല, കഴിച്ചു. പക്ഷേ ചൂടനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ചൂടനെ കഴിച്ചാൽ നമ്മുടെ അയ്യോ കാര്യം പോക. എൻ്റെ മൂക്കൊക്കെ ഉണ്ടല്ലോ വലിച്ച് നാശക്കോടാലിയായിരുന്നു. അങ്ങനെ കഴിച്ച് ഒപ്പിച്ചു ഒരുവിധം എന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടൻ കുറേ പ്രാവശ്യം പറഞ്ഞു, പറ്റില്ലെങ്കിൽ നിർത്തിക്കോ കുഞ്ഞാ, പറ്റില്ലെങ്കിൽ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വലിക്കരുതെന്ന് പറഞ്ഞു. ഒറ്റ വലിയൊന്നും വലിച്ചേക്കല്ലേ ആരും. ശരച്ച് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. നല്ല എരിവെന്ന് പറഞ്ഞാൽ നല്ല എരിവായിരുന്നു. ഞാനാണെങ്കിൽ എപ്പോഴെപ്പോഴും ചുണ്ടിങ്ങനെ നാക്കൊണ്ട് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ പറ്റണ്ടേ, അയ്യോ എനിക്ക് പറ്റില്ലായിരുന്നു. പറ്റില്ല നിർത്തിക്കോ, റിസ്ക് എടുക്കണ്ട. അപ്പോൾ മനസ്സിലായില്ലേ, ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അയ്യോ, അത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായ യോഗമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.